ഹായ് ഗായ്സ്, ചെമ്പനീർ പൂവ് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയുടെ ഉള്ളിൽ സച്ചിയോടുള്ള ദേഷ്യവുമായി ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ശ്രുതിക്ക് ആന്റണിയുടെ ഫോൺ കോൾ വരുന്നത്. ശ്രുതി, എനിക്ക് തൻ്റെ ഒരു ഹെൽപ്പ് വേണം എന്ന് പറയുമ്പോൾ ശ്രുതി, അല്ല, എന്ത് ഹെൽപ്പ് എന്ന് ചോദിക്കുന്നു. എനിക്ക് സച്ചിയുടെ കാറിൻ്റെ കീ ഇന്ന് രാത്രി കുറച്ചു സമയത്തേക്ക് ഒന്ന് വേണം എന്ന് പറയുന്നു. അതുപ്രകാരം കീ സംഘടിപ്പിക്കാൻ ഭാമയെ ഭീഷണിപ്പെടുത്തി ചന്ദ്രയുടെ വീട്ടിലേക്ക് അയക്കുന്നുണ്ട് ശ്രുതി. ഭാമയ്ക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി മോളായി കരുതിയ ശ്രുതി പറയുമ്പോൾ ചെയ്തു കൊടുക്കാതെയും വയ്യ. അങ്ങനെ ഭാമ ചന്ദ്രമതിയുടെ വീട്ടിലെത്തുന്നു. ചന്ദ്ര ഡോർ തുറന്നതും ഭാമയാണ്. ഭാമയുടെ മുഖമാണെങ്കിൽ വല്ലാതിരിക്കുന്നത് കണ്ട് ചന്ദ്രമതി ശ്രദ്ധിക്കുന്നുമുണ്ട്. അതേസമയം രേവതി സച്ചിയോട് പറയുന്നത്, സച്ചിയേട്ടനെ കാണുമ്പോഴേ മനസ്സിന് എന്തോ ഒരു സന്തോഷം തോന്നുമെന്ന് ആൻറ്റി പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സച്ചിക്ക് കാര്യം മനസ്സിലായി. ഭാമ ആൻറ്റി തനിക്കിട്ടൊന്ന് താങ്ങിയതാണ് എന്ന്. ആൻറ്റി അങ്ങനെ പറഞ്ഞോ, എന്നാൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് കീ അവിടെ വെച്ച് മുകളിലേക്ക് കയറി പോകുന്നുണ്ട് സച്ചി. ഭാമ ആ കീ വേഗമെടുത്ത് ബാഗിലിട്ട് ശ്രുതിയെ ഏൽപ്പിക്കുന്നു. ശ്രുതി അത് അപ്പോൾ തന്നെ ആന്റണിയുടെ കയ്യിലും എത്തിക്കുന്നുണ്ട്. ആന്റണിയുടെ കൂട്ടുകാർ സച്ചിയുടെ കാറിൽ എന്തോ അപകടം ചെയ്തു വെച്ചിട്ടുണ്ട്. ആന്റണി പറയുന്നത്, രേവതിക്ക് ഇനി ജീവിതം മുഴുവൻ കരയാനുള്ള വകയായി, എന്നോടാ കളി എന്ന്. ഇതൊന്നും അറിയാതെ സച്ചി രേവതിയോട് യാത്ര പറഞ്ഞ് കാറുമെടുത്ത് പോകുന്നുണ്ട്. ഇനി സച്ചിക്ക് അപകടം വല്ലതും പറ്റുമോ, എന്താകുമെന്നൊന്നും അറിയില്ല. സച്ചിയും രേവതിയും നല്ലവരായത് കാരണം സച്ചിയെ അപകടം വരാതെ രക്ഷപ്പെടും എന്ന് തന്നെ നമുക്ക് കരുതാം. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.